Hello everyone. So today we are going to start a new chapter. So in that we are going to study about electronic multimeter, audio power meter, RF power meter, then digital instruments. In digital instruments, the time phase and frequency variation, and also digital voltmeter. So these all topics will be going into detail. So we are starting with electronic multimeter. സോ എന്താണ് ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ? നിങ്ങൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഡിജിറ്റൽ മൾട്ടിമീറ്റർ. സെയിം സാധനം തന്നെയാണ് ഈ ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ. നോർമലി ആ ഡിജിറ്റൽ മൾട്ടിമീറ്റർ നമ്മൾ എന്തിൻ്റെയൊക്കെ മെഷർമെൻറ്റിന് യൂസ് ചെയ്യും? നോർമലി ഇറ്റ് വിൽ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് എ സി ആൻഡ് ഡി സി കറണ്ട്, എ സി ആൻഡ് ഡി സി വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ്. സോ ഈ മെഷർമെൻറ്റ്സിനൊക്കെയാണ് നോർമലി ഡിജിറ്റൽ മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നത്. ബട്ട് മോഡേൺ ഡിജിറ്റൽ മൾട്ടിമീറ്റേഴ്സ്, ഓക്കെ, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന മൾട്ടിമീറ്റേഴ്സിലൊക്കെ എന്താണ്, അപ്പാർട്ട് ഫ്രം ദിസ് ജനറൽ പാരാമീറ്റേഴ്സ്, ദ അതർ പാരാമീറ്റേഴ്സ് ലൈക്ക് ടെമ്പറേച്ചർ ഇറ്റ് ക്യാൻ മെഷർ, capacitance it can measure, then transistor H parameters and all, frequency. So these all things the modern type digital multimeters can measure. But as general purpose, an electronic multimeter or a digital multimeter is a device which can measure voltage, both AC and DC, current, both AC and DC, and resistance. So you can see here an electronic multimeter or a digital multimeter is a test equipment used as a general purpose device which can measure voltage, current, and resistance. It is also called as a volt-ohm milliammeter. It is also called as a volt-ohm milliammeter. And also latest digital multimeter, DMM means digital multimeter, can measure capacitance, temperature, frequency, transistor H parameters, etc. And conventional we are having that analog multimeters. Okay, so what are the major advantages of digital multimeter when compared to analog multimeter? You can see here it is more accurate, fast and efficient, and also it have better and more test capabilities in comparison to analog multimeter. So comparing to analog multimeter, it is more efficient, accurate, fast, and also have more capabilities for measurements. Okay, and coming to the working principle and operation of digital multimeter. Okay, in digital multimeter, this measurement will be happening in 3 phases. Okay, so that we will be studying in detail. Okay, so a analog input signal passes through various analog conversion circuit which convert the measured quantity to a DC equivalent voltage. അതായത് ഒന്നാമത്തെ പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അനലോഗ് ഇൻപുട്ട് മെഷർ ചെയ്യണം. അത് റെസിസ്റ്റൻസ് ആവാം, എ സി ഓർ ഡി സി വോൾട്ടേജ് ആവാം, എ സി ഓർ ഡി സി കറണ്ട് ആവാം, ആസ് എ ജനറൽ പർപ്പസ്. ഓക്കെ, സോ ഇത് മെഷർ ചെയ്യുന്ന സമയത്ത് ഈ അനലോഗ് ഇൻപുട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു എ ഡി സി വോൾട്ടേജ്. ഡി സി വോൾട്ടേജ് ഇൻ സം റേഞ്ച്, ഒരു റേഞ്ചിലേക്ക് അത് ആ വോൾട്ടേജിനെ മീൻസ് ഇൻപുട്ട് ക്വാണ്ടിറ്റിനെ ഒരു റേഞ്ചിലേക്ക് സ്കെയിൽ ഡൗൺ ചെയ്തിട്ട് ഒരു ഡി സി വോൾട്ടേജ് ആയിട്ട് മെഷർ ചെയ്ത് വെക്കും. ഓക്കെ, സോ അനലോഗ് ഇൻപുട്ട് അത് ഏതായാലും കറണ്ട് ആയാലും വോൾട്ടേജ് ആയാലും റെസിസ്റ്റൻസ് ആയാലും ഇറ്റ് വിൽ ബി കൺവേർട്ടഡ്. വോൾട്ടേജ് ആണ് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ട് കറണ്ട് ആണ് കൺവേർട്ട് ചെയ്യണം, റെസിസ്റ്റൻസ് ആണ് കൺവേർട്ട് ചെയ്യണം. ഒരു ഇക്വലന്റ് അല്ലെ പ്രൊപ്പോർഷണൽ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ഇൻ എ സർട്ടൻ ലെവൽ. ഒരു ലിമിറ്റ് ലെവൽ ഉണ്ട്, ആ ലെവൽ വോൾട്ടേജിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യുന്നു. അത് കൺവേർട്ട് ചെയ്തതിന് അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? അവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടിയത് ഒരു ഡി സി വോൾട്ടേജ്. സോ ദാറ്റ് ഡി സി വോൾട്ടേജ് ഇറ്റ് വിൽ ബി പാസ്ഡ് ത്രൂ എ ADC. വാട്ട് ഈസ് ADC? അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. സോ ഈ ഒരു ഡി സി വോൾട്ടേജ് നമുക്കിപ്പോൾ കിട്ടിയ ഔട്ട്പുട്ടായി കിട്ടിയ ഡി സി വോൾട്ടേജ് ഇറ്റ് വിൽ ബി പാസ്ഡ് ത്രൂ എ ADC, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ഇറ്റ് വിൽ ബി കൺവേർട്ടിംഗ്
this analog voltage to a digital output. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇൻപുട്ട് മെഷർ ചെയ്യുന്നു. ആ ഇൻപുട്ട് മെഷർ ചെയ്തതിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. ആദ്യം ഇൻപുട്ട് മെഷർ ചെയ്യുന്നു, ദാറ്റ് ഇസ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ഇസ് ദാറ്റ് ഇൻപുട്ട് മെഷേർഡ് വാല്യൂ ഈസ് കൺവേർട്ടഡ് ടു എ DC voltage within a certain level, proportional DC voltage within a level. Okay, ആ ലെവലിൽ കൺവേർട്ട്, അതാണ് സെക്കൻഡ് സ്റ്റേജ്. ദെൻ തേർഡ് സ്റ്റേജ്, this DC voltage it will be fed through a ADC. ADC means analog to digital converter, and it will be converting this corresponding DC voltage to a digital output. This digital output will be displaying the measured value as digital output. Okay, so this is the working principle of a electronic multimeter or a digital multimeter. So the analog input passes through the various analog signal conversion circuit which convert the measured quantity to a DC equivalent voltage. ഓക്കെ, ഒരു മീൻസ് ഈ ഇൻപുട്ട് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? DC equivalent voltage ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു in a certain level. Then the ADC, analog to digital converter, translates this DC equivalent voltage to digital form, and display system shows the measured value with the units. അതായത് ഇപ്പം റെസിസ്റ്റൻസ് ഒക്കെയാണ് ഓം, കിലോ ഓമോ മെഗാ ഓമോ ഏത് ഓമാണെന്നുള്ള ഡിസ്പ്ലേ ചെയ്യുന്നു. മീൻസ് വോൾട്ടേജ് ആണെങ്കിൽ മില്ലി വോൾട്ടോ മെഗാ വോൾട്ടോ എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നു. ഓക്കെ, ദെൻ കറണ്ട് ആകുമ്പോൾ ആംപിയർ. Okay, so this is the basic principle of working of digital multimeter. And also DMM is made up of three basic elements: signal conditioning, analog to digital conversion, numerical digital display. Okay, signal conditioning means ഒരു അനലോഗ് ഇൻപുട്ടിനെ അതെടുക്കുന്നു, എന്നിട്ട് അതിനുശേഷം ആ ഇൻപുട്ടിനെ ഒരു ഫിക്സഡ് ലെവലിൽ, ഒരു ഫിക്സഡ് ലെവലല്ല, ഒരു റേഞ്ച് ഓഫ് ലെവൽ, ഒരു ലെവലിലുള്ള DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഈ സിഗ്നൽ കണ്ടീഷനിങ്. ദെൻ സെക്കൻഡ് പാർട്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ. ആ കിട്ടിയിരിക്കുന്ന ഒരു സർട്ടൈൻ ലെവലിലുള്ള DC വോൾട്ടേജ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ഡിജിറ്റൽ ഫോം. ഓക്കെ, ഇനി തേർഡ് വൺ ഈസ് ന്യൂമറിക്കൽ ഡിസ്പ്ലേ. ആ ഡിജിറ്റൽ ഫോമിലുള്ള ആ ഒരു വാല്യൂവിനെ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. അതാണ് DMMന്റെ ത്രീ ബേസിക് എലമെന്റ്: സിഗ്നൽ കണ്ടീഷനിങ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ, ദെൻ ന്യൂമറിക്കൽ ഡിജിറ്റൽ ഡിസ്പ്ലേ. ഓക്കെ, സോ this is the basic equivalent diagram of digital multimeter. So what all the things here we can see? Here you can see input probes is there, plus minus. Okay, then here we can see one rotatory switch is here, you can see here. Then one constant current source is there, buffer amplifier is there, calibrated attenuator is there, current to voltage converter is there, current to voltage converter again is here, then calibrated attenuator, rectifier circuit, then one ADC, analog to digital converter, and this is the digital display. Okay, so this is the block diagram of a digital multimeter. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് പാനൽ ഡിജിറ്റൽ മൾട്ടിമീറ്റർ. നിങ്ങൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഫ്രണ്ട് പാനൽ. യു ക്യാൻ സീ ഹിയർ ദ ഡിജിറ്റൽ ഡിസ്പ്ലേ, ആൻഡ് ഹിയർ വി വിൽ ബി ഹാവിങ് എ റൊട്ടേറ്ററി സ്വിച്ച്. യു ക്യാൻ സീ ദിസ് ഈസ് ദ ഓഫ്, this is the off. Rotatory switch is there, this is off. And if you are putting this here, you can measure resistance. If you are putting here, you can measure DCV. DCV means DC voltage. Then if you are putting here, rotator switch is putting here, then you can measure AC voltage. Then if you are putting here, you can measure AC current. If you are putting here, then DC current, like this. And these are the two probes. Okay, this you might have seen in our laboratories. Okay, so this is the front panel display, and this is the block diagram. Okay, so here you can see this is the rotatory switch. It is in off position. Then based on its rotation, it can measure various parameters. Okay, so this is a general purpose digital multimeter which can measure
resistance, voltage and current. Okay, so this is the rotatory switch in front panel, and this is the rotatory switch in this block diagram. You can see rotatory switch is there, so it can rotate like this. One, it can come to 1. If it is coming to 1 means it can measure resistance. If it is coming to 2, then it can measure AC voltage. If it is coming to 3, it can measure AC current. If it is coming to 4, it can measure DC current. If it is coming to 5, it can measure DC voltage. Okay, so these are the 5 knobs where this rotatory switch can switch. So here only we are connecting that input. One red wire and one black wire is there. Na? Black wire will be the ground, black wire will be the ground, and red wire will be the positive. Okay, so let us explain this block diagram in detail. അതായത് ഇപ്പം ജനറലി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒന്നുമില്ല, നമുക്കിവിടെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണം. ഓക്കെ, സോ റൊട്ടേറ്റർ സ്വിച്ച് നമ്മൾ ഈ റെസിസ്റ്റൻസ് 1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊടുക്കുന്നു. 1 എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊടുക്കുമ്പം എന്താണ് കറസ്പോണ്ടിങ് നമ്മൾ ആ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നു. പക്ഷെ നമുക്ക് എന്ത് വേണം? അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൻ്റെ ഇൻപുട്ടായിട്ട് എന്ത് വേണം? വോൾട്ടേജ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മെഷർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. സോ ഹൗ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു എ വോൾട്ടേജ്? So here what we will be doing now, here you can see one constant current source or a battery current supply ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു കോൺസ്റ്റന്റ് കറണ്ട് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ഓംസ് ലോ, ഓക്കെ, ബേസ്ഡ് ഓൺ ഓംസ് ലോ നമുക്ക് എന്ത് മീൻസ് ഈ റെസിസ്റ്റൻസിന് ഇവിടെ ഒരു കോൺസ്റ്റന്റ് കറണ്ട് സപ്ലൈ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. റെസിസ്റ്റൻസ് ഈസ് ഹിയർ. സോ ഒരു പ്രൊപ്പോർഷണൽ വോൾട്ടേജ് നമുക്ക് ഇവിടുന്ന് റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ വോൾട്ടേജ് ഇവിടുന്ന് നമുക്ക് കിട്ടും. ഓക്കെ, കറണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് എ കോൺസ്റ്റന്റ് ഒരു പ്രൊപ്പോർഷണൽ വോൾട്ടേജ് നമുക്ക് കിട്ടും. ആ പ്രൊപ്പോർഷണൽ വോൾട്ടേജ് ബഫർ ആംപ്ലിഫയർ വെച്ച് ആംപ്ലിഫൈ ചെയ്തിട്ട് ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് കൊടുക്കും. അപ്പോൾ എന്താ ഇവിടെയുള്ള റെസിസ്റ്റൻസ് എന്താ ഇവിടെ വോൾട്ടേജ് ആയി കിട്ടി, അനലോഗ് ടു ഡിജിറ്റൽ പ്രൊപ്പോർഷണൽ വോൾട്ടേജ് ആയി കിട്ടി, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് കൊടുക്കുന്നു. ഇറ്റ് വിൽ ബി ഡിസ്പ്ലേയിങ് ഇൻ ദ ഡിജിറ്റൽ ഡിസ്പ്ലേ. ഓക്കെ, സോ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് വൺ ഈസ് റൊട്ടേറ്റർ സ്വിച്ച് വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു knob 2. knob 2 means AC voltage. AC വോൾട്ടേജ് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ AC വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടാം കുറയാം. ഓക്കെ, സോ ആ ഒരു കൂടിയ വോൾട്ടേജിനെ അല്ലെ ഒരു കുറഞ്ഞ വോൾട്ടേജിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഒരു മീൻസ് നല്ല കൂടുതലാണെങ്കിൽ എന്താ നമ്മുടെ ഡിവൈസ് നശിച്ചു പോകും. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ ലെവലിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ആ പെർട്ടിക്കുലർ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാലിബ്രേറ്റഡ് അറ്റോനേറ്റർ യൂസ് ചെയ്തത്. അതായത് ഈ കാലിബ്രേറ്റഡ് അറ്റോനേറ്ററിൽ കുറേ സീരീസും പാരലായിട്ടുള്ള റെസിസ്റ്ററും പിന്നെ 1-2 സ്വിച്ചസും ഉണ്ടാവും. അതായത് ഈ ഒരു ഇൻപുട്ടിൽ വരുന്ന AC വോൾട്ടേജ് അതിൻ്റെ ലെവൽ ഭയങ്കര ഹൈ ആണെങ്കിൽ ഒരു നമുക്ക് നേരത്തെ പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ലെവലിലേക്ക് അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാലിബ്രേറ്റഡ് അറ്റോനേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ സോ വാട്ട് വിൽ ബി ഹാപ്പനിങ്, ഇൻപുട്ടിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു വോൾട്ടേജ് ആണ്, അതിന് കാലിബ്രേറ്റർ അറ്റോനേറ്റർ വെച്ചിട്ട് അതിൻ്റെ ലെവൽ കുറച്ചിട്ട് നമ്മൾ എവിടത്തേക്കാണ് ഫെഡ് ചെയ്യുന്നത്? റെക്ടിഫയർ സർക്യൂട്ട്. എന്തിനാണ് റെക്ടിഫയർ സർക്യൂട്ടിലേക്ക് ഫെഡ് ചെയ്യുന്നത്? അതായത് ഇവിടെ AC ആണ്, ഇപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട DC ആണ്. സോ റെക്ടിഫയർ വിൽ കൺവേർട്ട് ദാറ്റ് AC ടു DC. സോ AC വോൾട്ടേജ് ഇവിടെ കാലിബ്രേറ്റർ അറ്റോനേറ്റർ യൂസ് ചെയ്യുന്നു. റെക്ടിഫയർ സർക്യൂട്ട് ഉണ്ട് അവിടെ. സോ റെക്ടിഫയർ സർക്യൂട്ടിലേക്ക് വരുമ്പോൾ എന്താ നമുക്ക് ഇവിടെ ഒരു DC ഔട്ട്പുട്ട് കിട്ടും, ADCയിലേക്ക് ഫെഡ് ചെയ്യും, ഡീറ്റെയിൽ ഡിസ്പ്ലേ ചെയ്യും. സോ AC വോൾട്ടേജ് ഓൾസോ ഡിസ്പ്ലേഡ്. ദെൻ 3 നോബ് 3 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ AC കറണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ കറണ്ടിനെ നമുക്ക് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ വിൽ ബി യൂസിങ് എ കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ. അതായത് ഈ കറണ്ട് നമുക്കൊരു കറണ്ട് വരുന്നതാണ്, അതിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് വെക്കും. സോ ഓംസിൽ വെച്ചിട്ട് ഒരു ഈക്വലന്റ് വോൾട്ടേജ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കറണ്ടിനെ ഒരു ഈക്വലന്റ് വോൾട്ടേജ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു, സീരീസ് ആയിട്ട് ഒരു ചെറിയ വാല്യൂ ഉള്ള റെസിസ്റ്റർ വെച്ചിട്ട്. ഓക്കെ, സോ ഇവിടെയും നമ്മുടെ കറണ്ട് AC ആണ്. സോ AC-നെ നമുക്ക് DC ആയിട്ട് മാറ്റാം. അപ്പം നമുക്കിവിടെ AC കറണ്ട് ഉണ്ട്, കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും?
എ സി വോൾട്ടേജ് കിട്ടും. ആ എ സി വോൾട്ടേജിനെ റെക്ടിഫയർ സർക്യൂട്ടിലോട്ട് കടത്തി വിട്ടിട്ട് ഡി സി വോൾട്ടേജ് ആക്കുന്നു. ദെൻ ഇറ്റ് ഈസ് ഫെഡ് ടു എ ഡി സി ആൻഡ് ഇറ്റ് ഈസ് ഡിസ്പ്ലേയിങ് ഇൻ ഡിജിറ്റൽ ഡിസ്പ്ലേ. സോ എ സി കറണ്ട് ഓൾസോ ഓവർ. ഓക്കെ, നൗ നോബ് 4 മീൻസ് ഡി സി കറണ്ട്. ഡി സി കറണ്ട് എന്താകുമ്പം ഇവിടെയും കറണ്ടാണ്. ഈ കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യണം, കറണ്ടിനെ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ് ഫെഡ് ടു എ കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ. So that DC current will be converting to a DC voltage. So already it is a DC voltage, so no need to fed to a rectifier circuit. So it is directly given to ADC and it is displayed in digital display. Okay, next one, last one is DC voltage. Okay, ഇപ്പോൾ ഈ ഡി സി വോൾട്ടേജ് എന്ന് പറയുന്നതും ഇപ്പോൾ ഒരു ഹൈ വാല്യൂ ഓഫ് ഡി സി വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിവൈസ് അടിച്ചു. സോ വെൻ റൊട്ടേറ്ററി സ്വിച്ച് ഇസ് കണക്റ്റഡ് ടു knob 5, DC voltage we can measure, and if value is high means with the help of this calibrated attenuator the level is stepped down. Okay, level is stepped down and the output will be in a level we already നേരത്തെ നമ്മൾ നോക്കി വെച്ച ഒരു ലെവലിലേക്കായിരിക്കും ഈ ഡി സി വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്ത് വരുന്നത്. സോ that will be a DC voltage and it is fed to a analog to digital converter and it will convert this analog voltage to a digital output and it is displayed in digital display. So this is the basic digital multimeter working. Okay, so that is the this whole things we have already discussed, that is AC current, DC current, AC voltage, DC voltage and resistance are most common parameter measured by a digital multimeter. And in modern digital multimeter, frequency, temperature, capacitance etc. also measured. And to measure this parameter, first the input must be switched. ഇൻപുട്ട് അതായത് നമ്മൾ റൊട്ടേറ്ററി സ്വിച്ച് ചെയ്തിട്ട് ഏത് നോബിലേക്കാണ് 1 2 3 4 5 ഏത് നോബിലേക്കാണ് സ്വിച്ച് ചെയ്യേണ്ടതെന്ന് സ്വിച്ച് ചെയ്തിട്ട് ആൻഡ് ദെൻ condition to present an equivalent DC voltage of appropriate range to the ADC. അതായത് നമ്മുടെ ഇൻപുട്ട് കണ്ടീഷൻ ചെയ്തിട്ട് ഒരു ഇക്വലന്റ് DC വോൾട്ടേജ് ഓഫ് അപ്രോപ്രിയേറ്റ് റേഞ്ച്, ഒരു അപ്രോപ്രിയേറ്റ് റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ADCയിലേക്ക് കൊടുക്കും. ADC convert analog voltage to digital output. Okay, and for DC measurement, a wide range of DC input voltage is scaled to limited range of ADC by calibrated attenuator. അതായത് ഒരു വൈഡ് റേഞ്ച് ഓഫ് DC വോൾട്ടേജ്, ഇറ്റ് മേ ബി സംടൈംസ് ഇറ്റ് മേ ബി ഹൈ വോൾട്ടേജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് അടിച്ചു. സോ ഇറ്റ് ഷുഡ് ബി സ്കെയിൽഡ്, ഇറ്റ് ഈസ് സ്കെയിൽഡ് ടു എ ലിമിറ്റഡ് റേഞ്ച് ഓഫ് ADC ബൈ കാലിബ്രേറ്റഡ് അറ്റോണേറ്റർ. ഓക്കെ, ADCക്ക് വേണ്ടി ഒരു ലിമിറ്റഡ് റേഞ്ചിലേക്ക് സ്കെയിൽ ഡൗൺ ചെയ്യുന്നു ബൈ യൂസിങ് കാലിബ്രേറ്റഡ് അറ്റോണേറ്റർ. ഇൻസൈഡ് കാലിബ്രേറ്റഡ് അറ്റോണേറ്റർ ദർ വിൽ ബി റെസിസ്റ്റീവ് ഡിവൈഡർ ആൻഡ് സ്വിച്ചിങ്. കാലിബ്രേറ്റഡ് അറ്റോണേറ്ററിൻ്റെ ഉള്ളിൽ റെസിസ്റ്റീവ് ഡിവൈഡർ ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക, പിന്നെ അതുപോലെ ഇടയ്ക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസസ്. ഓക്കെ, ആൻഡ് ഫോർ AC വോൾട്ടേജ് മെഷർമെൻറ്റ്, a wide range of AC input voltage is scaled to a limited range by calibrated attenuator, as we told here. Then that AC voltage is converted to DC voltage by a rectifier circuit. ആ AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആയിട്ട് റെക്ടിഫയർ സർക്യൂട്ട് കൺവേർട്ട് ചെയ്യുന്നു. മറ്റേത് നേരത്തെ നമ്മൾ കണ്ടത് AC വോൾട്ടേജ് ആണ്. ഓക്കെ, AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആയിട്ട് റെക്ടിഫയർ സർക്യൂട്ട് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, convert and rectifier circuit DC voltage I convert it, then it is fed to ADC. Okay, now for DC and AC current measurements. So for DC and AC current measurements, input is current, so there is a need for converting that input to a voltage. It is necessary to convert current at input to voltage, and it is done through a series switched resistors. It is done through a series switched resistors. It is called as shunts. That series switched resistors are called as shunts. A small valued resistor is placed in series with the current to be measured. ഒരു small value of resistor is placed series with the current to be measured. By Ohm's law, we know V is equal to I by R. Sorry, V equal to IR. Voltage produced proportional to the current to be measured.
അതായത് small series resistor we are placed, so we are getting a voltage proportional to the current to be measured. For AC current, voltage will get as AC. For AC current, we will be getting that voltage is AC, so it is passed through the rectifier circuit to become that AC voltage to DC voltage, and then it is fed to ADC. Okay, അതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഫോർ റെസിസ്റ്റീവ് മെഷർമെൻറ്റ്, വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ടു ബി ക്രിയേറ്റഡ്, അല്ലേ? നമുക്കെല്ലാം ഡി സി വോൾട്ടേജ് വാല്യൂയിലേക്ക് വരണം. സോ ഡി എം എം മസ്റ്റ് പ്രൊവൈഡ് എ ഡി സി ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ, ഡി സി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ. അതായത് ഡി എം എമ്മിന് അപ്പോൾ ഒരു ഡി സി കറണ്ട് ആ റെസിസ്റ്ററിലോട്ട് ഒരു ഡി സി കറണ്ട് ഫ്ലോ ചെയ്യണം, എന്നാലേ നമുക്കതിനെ വോൾട്ടേജ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. സോ ടു മെഷർ the resultant proportional voltage, many DMMs provide with the constant current source or battery for this purpose. അതിന് വേണ്ടിയിട്ടാണ് കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് അല്ലെങ്കിൽ ബാറ്ററി ഇവിടെ വെച്ചിരിക്കും. കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് അല്ലെ ബാറ്ററി ഇവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ. സം യൂസസ് റെഫറൻസ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് അലോങ് വിത്ത് റെസിസ്റ്റൻസ് ടു ബി മെഷർഡ്. അതായത് ചില ഡി എം എമ്മിൽ റെഫറൻസ് റെസിസ്റ്റർ, അതായത് ഈ അൺനോൺ റെസിസ്റ്റർ ഉണ്ടല്ലോ, ഏത് റെസിസ്റ്റർ ആണോ നമുക്ക് റെസിസ്റ്റൻസ് ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, അതിനോടൊപ്പം തന്നെ സീരീസ് ആയിട്ട് സം റെഫറൻസ് റെസിസ്റ്റേഴ്സ് they will be placing and മെഷർ ദ അൺനോൺ റെസിസ്റ്റൻറ്റ് വോൾട്ടേജ് ഡ്രോപ്പ്. അത് കഴിഞ്ഞിട്ട് ഈ കോൺസ്റ്റന്റ് കറണ്ട് സോഴ്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഈ നമ്മുടെ മെഷർ ചെയ്യേണ്ട റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള അൺനോൺ വോൾട്ടേജ് ഡ്രോപ്പ് മെഷർ ചെയ്യും. ദെൻ ഇറ്റ് ഈസ് ആംപ്ലിഫൈഡ് ആൻഡ് ഫെഡ് ടു എ ഡി സി. So this is the basic working of DMM. So I hope everyone understand this, and also major advantages of electronic or digital multimeters over analog multimeter. It have high input impedance, so loading effect will be minimum. It is having higher accuracy. Output can be interfaced with external equipments. Then available in smaller sizes also. Okay, and important specifications of DMM. For DC voltage, it is having 5 voltage ranges available, and voltage range is from plus or minus 200 millivolt to plus or minus 1000 volt. 5 voltage ranges it is available, and voltage range is plus or minus 200 millivolt to plus or minus 1000 volt. Then accuracy is about plus or minus 0.03%. Then resolution is about 10 microvolt. Okay, then coming to AC voltage, again 5 volt range is available. Voltage ranges from 200 millivolt to 750 volt. Accuracy depend on frequency. For AC frequency is dependent, accuracy is frequency dependent. Best accuracy obtained is about 0.5%, and the resolution is about 10 microvolt. Okay, now coming to resistance, 6 resistance ranges are available here, and also resistance ranges from 200 ohm to 20 mega ohm. Now coming to DC current, 5 ranges are available. Range is from plus or minus 200 microampere to 2000 milliampere. Accuracy is about plus or minus 0.3% of reading, and resolution is about plus or minus 0.01 microampere. Then coming to AC current, 5 current ranges are available, and it is ranging from 200 microampere to 2 ampere. Then accuracy is for AC current also, accuracy will be depending on frequency, and best accuracy obtained is about plus or minus 1%. So this is all about digital multimeter or electronic multimeter. So I hope everyone understand this. If any doubt is there, please get to me. Okay, so thank you.